ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആയതിനു ശേഷം ഒരു പോസിറ്റീവ് ഗെയിനോട് കൂടിയായിരുന്നു എൻഡ് ആയത്. ഇന്നലെ ഓപ്പണിംഗ് പ്രൈസ് നോക്കുവാണെങ്കിൽ 9422 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 9598 വരെ ഹൈ പോയി. തുടർന്ന് 9580 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. നോക്കുവാണെങ്കിൽ ആ ഒരു ഏഷ്യൻ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ നിഫ്റ്റി തുടക്കത്തിൽ ഫോളോ ചെയ്തു എന്ന് വേണം കാണാനായിട്ട്. കാരണം എസ് ജി എക്സ് നിഫ്റ്റി നോക്കുവാണെങ്കിൽ രാവിലെ ഏകദേശം ഒരു 45-50 പോയിൻറ്റ്സിൻ്റെ അടുത്ത് ഡൗണിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അത് തുടർന്നായിരുന്നു ഈ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടുള്ള ഓപ്പണിംഗ്. എങ്കിലും നമുക്ക് നോക്കുവാണെങ്കിൽ അത് മാത്രമല്ല, പിന്നെ അത് തുടർന്ന് ഇന്ത്യയുടെ GDP ഡാറ്റ ഇന്നലെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം പബ്ലിഷ് ആകും എന്നുള്ളൊരു ന്യൂസും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ തുടർന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആയതിനു ശേഷം പിന്നീട് ഒരു പോസിറ്റീവ് ഗെയിനോട് കൂടി എൻഡ് ആവുകയാണ് ഉണ്ടായത് മാർക്കറ്റിൽ. ഇനി ഇന്നത്തെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ആകെപ്പാടെ IT, അതേ തുടർന്ന് മീഡിയ, ഈ ഒരു രണ്ട് സെക്ടറുകളായിരുന്നു ഡൗണിൽ പോയിട്ടുണ്ടായിരുന്നത്. അതും മീഡിയ നോക്കുകയാണെങ്കിൽ ഒരു മാർജിനൽ ഒരു ചെറിയൊരു ഡൗൺ ആയിരുന്നു മീഡിയ സെക്ടറിൽ കണ്ടത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ നല്ലൊരു ഗെയിനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ നോക്കുവാണെങ്കിൽ റിയാലിറ്റി, ഫാർമ, ഈ രണ്ട് സെക്ടറുകളായിരുന്നു ബിഗസ്റ്റ് ഗെയിനേഴ്സായിട്ട് നിന്നത്. ഇനി നിഫ്റ്റി 50 നോക്കുവാണെങ്കിൽ 36 സ്റ്റോക്കുകളായിരുന്നു അഡ്വാൻസസിൽ നിന്നത്. ആകെപ്പാടെ 14 സ്റ്റോക്കുകളാണ് ഡിക്ലൈനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു ചാർട്ടിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കണ്ടതുപോലെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടുള്ള ഓപ്പണിങ്ങിന് ശേഷം ഒരു പോസിറ്റീവ് ഗെയിനോട് കൂടിയായിരുന്നു മാർക്കറ്റിൻ്റെ ആയത്. നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുവാണെങ്കിലും ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബുള്ളിഷ് ട്രെൻഡാണ് മാർക്കറ്റിൽ കാണുന്നത്. അതും 20 ഡേ മൂവിങ് ആവറേജിനൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോസിറ്റീവിലാണ് നിൽക്കുന്നത്. അതൊരു നല്ലൊരു സൂചകം തന്നെയാണ്. വീക്കിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിലും ഒരു ബുള്ളിഷ് ട്രെൻഡാണ് നമുക്ക് വീക്കിലി ചാർട്ടിലും പ്ലോട്ട് ആയിട്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RSI ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ ADX അതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഒരു സൂചന നമുക്ക് കിട്ടുന്നില്ല. കാരണം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്കാണെന്നുള്ളൊരു സൂചന നമുക്ക് തരുന്നില്ല. കാരണം ഇപ്പോൾ ഒരു 9580 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ തന്നെ ആ ഒരു RSI ഇൻഡിക്കേറ്ററിലെ വാല്യൂ നോക്കുവാണെങ്കിൽ നമുക്കിപ്പം 59 അടുത്തായി. അതും ഇനിയൊരു 300 പോയിൻറ്റ്സൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇതൊരു ഓവർ ബോട്ട് റീജിയനിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡൈവർജൻസ് ഒന്നും കാണുന്നില്ല ഇപ്പോഴും മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നമുക്കിപ്പം US ചൈന ട്രേഡ് വാറിനെ കുറിച്ചുള്ള ഒരു ടെൻഷൻസൊക്കെ വീണ്ടും നമുക്കൊരു ആശ്വാസകരമായ കുറച്ച് വാർത്തകളുണ്ട്, എങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പോൾ കൊറോണ കേസസ് നോക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ലോക്ക്ഡൗൺ 5.0 അത് പുതിയൊരു ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ആവുന്നു എന്നുള്ളൊരു ന്യൂസുകളും വന്നിട്ടുണ്ട്. അതിനകത്ത് കൂടുതൽ റിലാക്സേഷൻസ് വരുന്നതെന്ന് കേൾക്കുന്നു. എങ്കിലും ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചും ഉള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക മാർക്കറ്റിൽ. ഇനി നമ്മൾ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ US മാർക്കറ്റ് ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരുന്നു ഇന്നലെ നാസ്ഡാക്കിൽ കണ്ടത്. അത് നോക്കുവാണെങ്കിൽ US ട്രംപ് ചൈനയിലെ ഒരു US ചൈന ട്രേഡ് വാറിനെ കുറിച്ചുള്ള ഒരു അനൗൺസ്മെൻറ്റ് വരും എന്നുള്ളൊരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അപ്പം ആ ഒരു മീറ്റിങ്ങിൽ നോക്കുവാണെങ്കിലും ട്രംപ് അങ്ങനെ ആ ഒരു വാഷിങ്ടൺ ബെയ്ജിങ് ആ ഒരു ട്രേഡ് ഡീലിൽ അവർ ഈ വർഷത്തേക്ക് സൈൻ ചെയ്ത ട്രേഡ് ഡീലിൽ അതിൽ മാറ്റങ്ങൾ വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരുന്ന രീതിയിലുള്ള അനൗൺസ്മെൻറ്റ് ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് US മാർക്കറ്റിന് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി യൂറോപ്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ അവിടെ എല്ലാം തന്നെ ഒരു നെഗറ്റീവിലാണ് എൻ്റെ ആയിരിക്കുന്നത്. അത് നല്ലൊരു 1.5% മുകളിലാണ് എല്ലാ മാർക്കറ്റും തന്നെ നെഗറ്റീവിൽ പോയത്. ഏഷ്യൻ മാർക്കറ്റിൽ ഒരു മിക്സ്ഡ് ട്രെൻഡാണ് കാണുന്നത്. അത് SGX നോക്കുകയാണെങ്കിൽ ഒരു 42 പോയിൻറ്റ്സ് അപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഗോൾഡിൻ്റെ പ്രൈസിലൊരു വർധനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ചെറിയൊരു ഫോൾ വന്നിട്ടുണ്ട്. അതിൽ നോക്കുവാണെങ്കിൽ US ഇപ്പോഴും ലോക്ക്ഡൗൺ റിലാക്സേഷൻ വന്നതിന് ശേഷവും ഓയിൽ ഡിമാൻഡ് വർദ്ധിച്ചിട്ടില്ല എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ US ചൈന ട്രേഡ് വാറിൻ്റെ ടെൻഷൻസ് ഒക്കെ ആയിരുന്നു പിന്നെയും ഗോൾഡിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോകാനുള്ളൊരു കാരണം. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുവാണെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് 28-ാം തീയതി 29-ാം തീയതി നോക്കുവാണെങ്കിൽ ഒരു നെറ്റ് പർച്ചേസ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അതൊരു നല്ലൊരു വാർത്ത തന്നെയാണ്. പിന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുവാണെങ്കിൽ അവിടെയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർച്ചേസാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കാണുന്നത്. രൂപയുടെ മൂല്യത്തിൽ നോക്കുവാണെങ്കിൽ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 75.62 ഇന്നലെ രൂപയുടെ മൂല്യം എൻഡ് ആയിരിക്കുന്നത്. ഇനി ഇന്ന് പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം ഇന്ത്യയുടെ GDP ഗ്രോത്ത് Q4ൻ്റെ GDP ഡാറ്റ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കുവാണെങ്കിൽ Q4 ജനുവരി മാർച്ച് ക്വാർട്ടറിലെ GDP ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 3.1% കുറഞ്ഞു എന്നുള്ളൊരു റിപ്പോർട്ടാണ് വന്നത്. അതുമാത്രമല്ല 2019-2020 ആ ഒരു ഇയറിലെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 4.2% എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതും നോക്കുകയാണെങ്കിൽ 11 വർഷത്തെ ഏറ്റവും കുറഞ്ഞ GDP ഡാറ്റ, അതായത് GDP ഗ്രോത്ത് ആണ് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലോക്ക്ഡൗൺ എന്നുള്ളൊരു ഇത് വന്നത് മാർച്ച് പകുതിക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു GDP ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത്
ലോക്ക്ഡൗണിൻ്റെ അത്ര വലിയ ഇമ്പാക്റ്റ് ഇതിനകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗണിൻ്റെ കൂടുതൽ ഇമ്പാക്റ്റുകൾ വരാൻ പോകുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ 2020-21 Q1 ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഈ ഒരു കഴിഞ്ഞ 2 മാസം നോക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടുകളൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് GDP അതിനുള്ളൊരു സാധ്യതകളാണ് കൂടുതൽ എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നമുക്ക് ഈ ഒരു 2 മാസം നോക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയിരുന്നു. ഇനിയും ഒരു ലോക്ക്ഡൗണിൻ്റെ എക്സ്റ്റൻഷനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കാരണം കൊറോണ കേസസ് പിന്നെയും ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 8000-നടുത്ത് കേസുകളാണെന്ന് റിപ്പോർട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗണിനെ കുറിച്ചൊരു എക്സ്റ്റൻഷൻ, അതായത് ലോക്ക്ഡൗൺ 5.0 എന്നുള്ളതിന് ആഭ്യന്തര മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കൂടുതൽ ഇളവുകൾ വരുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുമുണ്ട്. എങ്കിലും നമുക്ക് ഇങ്ങനെയൊരു സാഹചര്യം നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇനിയൊരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക മാർക്കറ്റിൽ. അതുപോലെ തന്നെ ന്യൂസുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുക. ഇനി അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു GDP എസ്റ്റിമേറ്റ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ബ്ലൂംബർഗിൽ വന്നൊരു റിപ്പോർട്ടാണിത്. അതിൽ ഈ ഒരു GDP ഡാറ്റ നോക്കുവാണെങ്കിലും ഇതും ഒരു എക്സാജറേറ്റഡ് ആണ്, ഇത് ആക്ച്വൽസ് അല്ല എന്നുള്ളൊരു റിപ്പോർട്ട് ബ്ലൂംബർഗിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ചീഫ് സ്റ്റാറ്റിഷ്യൻ അദ്ദേഹം കൊടുത്ത ഒരു റിപ്പോർട്ടാണ് എന്നാണ് പറയുന്നത്. കാരണം ഏകദേശം 2 ലക്ഷം കോടിയുടെ ഓവർ എസ്റ്റിമേറ്റ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ മാർച്ച് ക്വാർട്ടറിൽ അല്ലെങ്കിൽ മാർച്ചിൽ നോക്കുവാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ GST റവന്യൂവിൽ 87% ഇടിവുണ്ടായിട്ടുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഒരു ലോക്ക്ഡൗണും അതുപോലെ തന്നെ കൊറോണയുടെ ഇമ്പാക്റ്റും എല്ലാമാണ് ഈ ഒരു ഡ്രോപ്പിന് കാരണം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് പുതിയതായിട്ട് വന്നൊരു വാർത്തയാണ്. അതായത് ലോക്ക്ഡൗൺ വീണ്ടും രണ്ടാഴ്ചത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് നോക്കുവാണെങ്കിൽ കൂടുതൽ ഇളവുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ലോക്ക്ഡൗൺ ആയിരിക്കും എന്നാണ് ഇതുവരെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് റിപ്പോർട്ടുകൾ. അതും നോക്കുകയാണെങ്കിൽ ഇതിനുള്ള ഈ ഒരു ലോക്ക്ഡൗൺ 5.0ക്കുള്ള ഗൈഡ് ലൈൻസ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് വരും. അത് വെച്ചിട്ട് കമ്പനികൾക്ക് അവരുടെ എക്കോണമി ആക്ടിവിറ്റീസും ബിസിനസ് ആക്ടിവിറ്റീസ് എല്ലാം റെസ്യൂം തുടങ്ങാം എന്നൊരു റിപ്പോർട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്ക്ഡൗണിൽ കൂടുതൽ ഇളവുകൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല കുറേ ഇളവുകൾ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കുന്നതിന് പകരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തീരുമാനിക്കാം എന്നുള്ളൊരു വാർത്തയും ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ റിലയൻസ് ജിയോയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ഇൻവെസ്റ്റർ വരുന്നതായിട്ട് ഒരു റിപ്പോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള മുബദല ഇൻവെസ്റ്റ്മെൻറ്റ് ആ കമ്പനിയും ജിയോ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്നതായിട്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജിയോ പ്ലാറ്റ്ഫോമിൽ ഏകദേശം 5 ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതും പുതിയൊരു ഇൻവെസ്റ്റർ വരാൻ പോകുന്നു. അതിൽ നോക്കുകയാണെങ്കിൽ ഇതും വീണ്ടും റിലയൻസ് ജിയോയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് മാറും. പിന്നെ അടുത്തായിട്ടുള്ള സ്റ്റോക്ക് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഇലക്ട്രിക്കൽസ് അവരുടെ കൊറോണ ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കുകയാണെങ്കിൽ സപ്ലൈ ചെയിനിലൊക്കെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിസിനസ്സിലും നല്ല ലോസ് വന്നതായിട്ടാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഫാർമ സ്റ്റോക്സിന് ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് പാരസെറ്റാമോളിൻ്റെ എക്സ്പോർട്ടിൽ അതിന് കുറേ കൂടുതൽ ഇളവുകൾ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഫാർമ സ്റ്റോക്കിനൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. പിന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയും കർണാടക ബാങ്കും നോക്കുകയാണെങ്കിൽ RBI അവരുടെ മേലൊരു പെനാൽറ്റി ചുമത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 കോടിയും അതുപോലെ തന്നെ 1.2 കോടിയും വീതം ഒരു പെനാൽറ്റി അവരുടെ മേൽ ചുമത്തിയിട്ടുണ്ടായിരുന്നു. അത് അവർക്കൊരു നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു. പിന്നെ അടുത്തായിട്ട് വോഡാഫോണിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വാർത്തയായിരുന്നു, ഗൂഗിൾ വോഡാഫോൺ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വരാൻ പോകുന്നു. ഏകദേശം 5% സ്റ്റേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ വോഡാഫോണിൻ്റെ സ്റ്റോക്കൊക്കെ നല്ലൊരു അപ് ട്രെൻഡായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. 6 രൂപയ്ക്ക് മുകളിലൊക്കെ ആ ഒരു സ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നോക്കുകയാണെങ്കിൽ വോഡാഫോൺ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രൊപ്പോസലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനങ്ങളോ ഒന്നും ഇതുവരെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് വീണ്ടും ഒരു ഡൗണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവരുടെ ഏർണിങ്സ് റിലീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ നോക്കുകയാണെങ്കിൽ 34.5% വർധനവ് ഉണ്ടായതായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത് അവരുടെ അതർ ഇൻകവും അതുപോലെ തന്നെ എക്സെപ്ഷണൽ ഗെയിൻസ് ഇത് രണ്ടും കൊണ്ടാണ് ഈ ഒരു വർധനവ് ഉണ്ടായത് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗെയിൻ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു സ്റ്റേക്ക്, അതായത്
ക്യോവ ഫാർമസ്യൂട്ടിക്കൽസ് അതിലുള്ള അവരുടെ സ്റ്റേക്ക് അവർ വിറ്റതിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റാണ് ഈ ഒരു പ്രോഫിറ്റിന് കാരണം എന്നുള്ളൊരു വാർത്തയായിരുന്നു എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ എബിഡ നോക്കുകയാണെങ്കിൽ 32.5% ഡിക്ലൈനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തുടർന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു ചെറിയ ഡൗണിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ LT ഫുഡ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റ് അവർക്ക് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ Q4 ഏകദേശം ഡബിളായി, അതായത് Q3 അപേക്ഷിച്ച് Q4 ഡബിളായി ഡബിളിനെക്കാട്ടിൽ അധികമായി എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂവിൽ നോക്കുകയാണെങ്കിൽ 20% വർധനവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എബിഡയിൽ നോക്കുകയാണെങ്കിൽ 54% വർധനവ് ഉണ്ടായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് തുടർന്ന് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വിപ്രോയെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാനേജ്മെൻറ്റിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വിപ്രോയിൽ പുതിയൊരു CEO ആയിട്ട് ക്യാപ്ജെമിനിയുടെ CEO അദ്ദേഹം വന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നു. അത് തുടർന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു പോസിറ്റീവ് ന്യൂസിലാണ് പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനേജ്മെൻറ്റിലുണ്ടായ ഒരു ചേഞ്ച് ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഒരു പോസിറ്റീവ് ന്യൂസായിട്ടാണ് കണ്ടത് എന്ന് വേണം കാണാനായിട്ട്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ കുറേ കമ്പനികളിൽ ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ടായിരുന്നു. ഗെയിൽ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ടാറ്റ മോട്ടോഴ്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഈ ഒരു സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് കൈവച്ചിട്ടുള്ളവരുണ്ടെങ്കിലൊക്കെ ഈ ന്യൂസിൽ നിന്ന് ട്രാക്ക് ചെയ്യുക. അത് തുറന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു പോസിറ്റീവിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്ലോബൽ ലെവൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കൊറോണയുടെ കേസസ് ഇന്ത്യയിൽ ഈ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചത്തെ ഡാറ്റയാണ്. പക്ഷേ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ 1,70,000 മുകളിലാണ് ഇപ്പം കേസുകൾ റിപ്പോർട്ടായിരിക്കുന്നത്. അതായത് ഇന്ന് നോക്കുകയാണെങ്കിലും ഏകദേശം 8,000 കേസുകളാണ് റിപ്പോർട്ടായത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ജപ്പാനിൽ ഫാക്ടറി ഔട്ട്പുട്ട് അതിൻ്റെ ഡാറ്റയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫാൾ, അതായത് 2011 ശേഷമുള്ള ഏറ്റവും കൂടുതൽ ഫാൾ വന്നതായിട്ട് അവർ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഓരോ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുടെ എക്കണോമിക് ഡാറ്റ, അതുപോലെ തന്നെ ബിസിനസ് ആക്ടിവിറ്റീനെ കുറിച്ചും അതുപോലെ തന്നെ കൊറോണ മൂലമുണ്ടായ ഇമ്പാക്റ്റുകളെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകൾ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയും എല്ലാം തന്നെ ബാധിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ എല്ലാം തന്നെ ബാധിക്കുന്ന ഒരു ന്യൂസുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ന്യൂസുകളെ കൂടുതലായിട്ട് ട്രാക്ക് ചെയ്യുക. അത് തുറന്നൊരു കോഷ്യസ് ആയിട്ടുള്ള എൻട്രി തന്നെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ലോക്ക്ഡൗണിനെ കുറിച്ച് ഒരു എക്സ്റ്റൻഷനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഇതൊക്കെ എങ്ങനെ മാർക്കറ്റിൽ എങ്ങനെ ഇമ്പാക്റ്റ് കൊടുക്കുന്നു, മാർക്കറ്റിലുള്ളവരെങ്ങനെ ഈ ഒരു ന്യൂസിനെ എടുക്കുന്നു എന്നുള്ളൊരു എന്നുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ അത് എങ്ങനെ മാർക്കറ്റിനെ ബാധിക്കുന്നു എന്നുള്ളൊരു ഒരു നിലപാട് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക, കൂടുതൽ ന്യൂസുകൾ വാച്ച് ചെയ്യുക. അപ്പോൾ പുതിയ അപ്ഡേറ്റുകളോടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.